വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലത്തെ കൂട്ടുകാരുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 4ാം ക്ലാസ് കൂട്ടുകാരുടെ മലയാളം 1ാമത്തെ യൂണിറ്റായ ചിറക് വിരിച്ച് എന്ന യൂണിറ്റിലെ വട്ടത്തിൽ ചവിട്ടുമ്പോൾ സൈക്കിള് ചവിട്ടാൻ എന്ന് പറയുന്ന പാഠഭാഗവും അതിലെ ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 4ാം ക്ലാസ്സുകാരുടെ മറ്റ് സബ്ജക്റ്റുകളായ EVS, മലയാളം, മാത്സ്, ഇംഗ്ലീഷ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ മുന്നത്തെ പാഠമായിട്ടുള്ള ചിറക് വീഴ്ച എന്ന് പറയുന്നതിലെ മുന്നറിയിപ്പ് എന്ന് പറയുന്ന ഈ കവിതാ ഭാഗവും ഇതിലെ ചോദ്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ അത് നോക്കുക. അപ്പോൾ നമ്മൾ ഏത് പാഠമാണ് പഠിക്കാൻ പോകുന്നത്? വട്ടത്തിൽ ചവിട്ടുമ്പോൾ. അപ്പോൾ നമുക്ക് നോക്കാം. കുട്ടി യാത്രക്കൊരുങ്ങുകയാണ്. എവിടേക്കാണ് യാത്ര? അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു കുട്ടി എങ്ങോട്ടാണ്? ഒരു യാത്രക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടന്നതിന് ശേഷം എവിടേക്കാണ് യാത്ര എന്ന് നോക്കാം. അപ്പോൾ എന്താണ് പാഠത്തിന്റെ പേര്? എല്ലാവരും വായിച്ചേ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ. ഇവിടെ ഒരു സൈക്കിളിന്റെയും കുട്ടിയുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വായിച്ചു നോക്കാം. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വേണം ക്ലാസ് കാണാൻ വരാന്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വായിച്ചു നോക്കാം. നീലക്കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ്. ചന്ദ്രനിലേക്കുള്ള സങ്കല്പ യാത്രയാണ് PP രാമചന്ദ്രന്റെ സൈക്കിള് ചവിട്ടാൻ എന്ന കവിത. അപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഏതാണ് എന്നാണ് എല്ലാവരും പറഞ്ഞേ? PP രാമചന്ദ്രന്റെ സൈക്കിള് ചവിട്ടാൻ എന്ന് പറയുന്ന ഒരു കവിതയാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ, ചന്ദ്രനിലേക്കുള്ള ഒരു സാങ്കല്പിക യാത്രയാണ്. ഓക്കെ, ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു. എങ്ങനെ? മൈക്കിൾ ചേട്ടന്റെ സൈക്കിളിൽ. അപ്പൊ എങ്ങോട്ടാണ് പോകുന്നത്? ചന്ദ്രനിലേക്കാണ്. എങ്ങനെയാണ്? സൈക്കിളുമയാണ് പോകുന്നത്. അതും മൈക്കിൾ ചേട്ടന്റെ സൈക്കിളുമേ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കണം. മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിളിൽ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത്. അപ്പൊ ഇന്നത്തേതുപോലെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആളുകൾക്ക് എങ്ങോട്ടെങ്കിലും ദൂര സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ എന്താണ്, ആളുകള് സൈക്കിള് ഇപ്പൊ നമ്മൾ കാറൊക്കെ റെന്റിന് എടുക്കുന്ന മാതിരി സൈക്കിള് വാടകയ്ക്ക് എടുക്കുന്ന ഒരു പതിവ് പണ്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ എന്ന് പറയും, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സൈക്കിൾ കിട്ടുകയും അത് അങ്ങനെ തന്നെ അവിടെ പരിക്കുകളൊന്നും ഇല്ലാണ്ട് ഏൽപ്പിച്ചാൽ മതി. അപ്പൊ അങ്ങനത്തെ ഒരു ഏർപ്പാട് പണ്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. മൈക്കിൾ ചേട്ടന്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും. അപ്പൊ മൈക്കിൾ ചേട്ടന് ഇങ്ങനത്തെ ഒരു റെന്റിന് കൊടുക്കുന്ന ഒരു കടയാണ് സൈക്കിള്. സൈക്കിൾ എടുക്കണം, യാത്ര പോകണം. യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടന് തടസ്സങ്ങൾ പലതും പറഞ്ഞു. അപ്പൊ എന്താണ്, ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോ എന്താണ് മൈക്കിൾ ചേട്ടൻ അതിന് കുറച്ച് തടസ്സങ്ങൾ, അത് അങ്ങനെയാകും ഇങ്ങനെയാകും തകരും, അങ്ങനെ ഓരോ തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട്. അപ്പൊ ആ തടസ്സങ്ങളെല്ലാം നീക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്രയാസങ്ങളെ മറികടക്കാനുള്ള മറുവഴി കുട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി. അവസാനം മൈക്കിൾ ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു. അപ്പൊ എന്താ പറയുന്നത്, അവസാനം അങ്ങനെ മൈക്കിൾ ചേട്ടൻ കുട്ടിക്ക് സൈക്കിൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങ് ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ? നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളും മരതക പട്ടെടുത്ത ഭൂമി. ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ? അപ്പൊ നമ്മുടെ ചന്ദ്രനിലെ നമ്മുടെ ഭൂമിയെ കാണാൻ, ഇത്രയും മനോഹരമായ ഭൂമിയെ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ എന്ന് ചോദിക്കുന്നു. സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാകും? അപ്പൊ കുട്ടി ചന്ദ്രനിലേക്ക് സൈക്കിൾ അയച്ചു പോവുകയാണ്. അപ്പൊ ഭൂമിയിലേക്ക് ആരായിരിക്കും വരിക? അതെല്ലാം കവിതയിലുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ കവിത പഠിക്കണം. ഒരു കാര്യം പറയാൻ മറന്നു, കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെ പറ്റി. എന്തൊരു ചന്തമാണെന്നും. അപ്പൊ കവിതയുടെ ഒപ്പം ഒരു മനോഹര ചിത്രം കൊടുത്തിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ളതാണ്. ആകാശയാത്രക്കിടെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്ന ആ ചിത്രങ്ങൾ. അപ്പൊ എന്താണ് ആ ചിത്രത്തിന്റെ പ്രത്യേകത? ആകാശയാത്രക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ. ചന്ദ്രയാത്രക്ക് നിങ്ങളും തയ്യാറാണോ? എങ്കിൽ പുറപ്പെട്ടോളൂ. അപ്പൊ എല്ലാവരും കൂട്ടുകാരെല്ലാരും ഇപ്പോൾ ചന്ദ്രയാത്രക്ക് തയ്യാറല്ലേ? അപ്പൊ നമുക്കൊന്ന് ചന്ദ്രനിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പൊ അത് ഏതിലൂടെയാണ് അറിയുന്നത്? എല്ലാവരും പറഞ്ഞേ, കവിതയിലൂടെയാണ്. കവിത ആരാണ് എഴുതിയിട്ടുള്ളത്? PP രാമചന്ദ്രൻ എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ മനോഹരമായിട്ടുള്ള മൈക്കിൾ ചേട്ടന്റെ സൈക്കിളും ഒരു കുട്ടിയുടെയും ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
അപ്പൊ നമുക്ക് ഇനി കവിതയിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും പറഞ്ഞ കവിതയുടെ പേരെന്താണ്? സൈക്കിള് ചവിട്ടാൻ. അപ്പൊ സൈക്കിള് ചവിട്ടാൻ എന്ന് പറയുന്ന ഒരു പാഠമാണ്. അപ്പൊ ഇവിടെ സൈക്കിള് കൊടുത്തിട്ടുണ്ട്, ഒരു കുട്ടിയെയും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയുന്നുണ്ടാകും. അപ്പൊ എഴുതിയിട്ടുള്ളത് ആരാണ്? എഴുതിയിട്ടുള്ളത് പി രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും കൂടെ വായിക്കുക. പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കവിതാ ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം എങ്ങടാ മോനെ ചന്ദ്രനിലേക്ക്, എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ, ബെല്ലില്ല മോനെ നാവുണ്ട് ചേട്ടാ, ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ, ടയറില്ല മോനെ ചിറകുണ്ട് ചേട്ടാ, എന്നാൽ എടുത്തോ പോയി വരാം ട്ടോ. വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി, ടാറിട്ട റോഡിന്മേൽ താളത്തിലോടി, ആഞ്ഞു കുതിച്ചപ്പോ തെങ്ങുമേ കേറി, അവിടുന്ന് ചവിട്ടി ആകാശം കേറി, അവിടെ ഒരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത പേജിലേക്ക് പോകാം. എന്താണ് പയ്യൻ പിടിവിട്ട് വീണു, പരിക്കെന്തു പറ്റി, കാലൊന്നുളുക്കി, ഇനി എന്ത് ചെയ്യും, എടുത്തിട്ട് പോണം, പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ. എന്താണ് പേര്? ചന്ദ്രൻ എന്ന്. എവിടുത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. എവിടെ പോണം? ഭൂമി പോണം. എന്തിനു പോണം? സൈക്കിള് ചവിട്ടാൻ. പി രാമചന്ദ്രനാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഇപ്പൊ വായിച്ചാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള വാക്കുകളൊന്നുമില്ല, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ എന്താണ്? സൈക്കിള് വേണമെന്ന് പറയുകയാണ് മൈക്കിളി ചേട്ടനോട്. അപ്പൊ എന്തിനാ പറയുമ്പോ എന്താണ്? ചന്ദ്രനിലേക്ക് പോവാനാണ്. അപ്പൊ നിലാവ് കൊള്ളാനാണ് ചന്ദ്രനിലേക്ക് പോകുന്നത്. അപ്പൊ മൈക്കിളി ചേട്ടൻ ബെല്ലില്ല പറയുകയാണ്. അപ്പൊ എന്താ പറയുന്നത്? കുട്ടി നാവുണ്ട് ചേട്ടാ എന്ന് പറയുന്നുണ്ട്. ബ്രേക്ക് ഇല്ല പറഞ്ഞപ്പോ കാലുണ്ട് പറഞ്ഞു. ടയർ ഇല്ല പറഞ്ഞപ്പോ ചിറകുണ്ട് ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവസാനം പോയി വരാട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? വട്ടത്തിൽ ചവിട്ടുമ്പോൾ എങ്ങനെയാണ്? നമ്മളിങ്ങനെ വട്ടത്തിൽ ഓടിക്കുമ്പോൾ നീളത്തിലാണ് ഓടുന്നത്. അപ്പൊ നീളത്തിലോടി, ടാറിട്ട റോഡിന്മേൽ താളത്തിലോടി, ആഞ്ഞു കുതിച്ചപ്പോ തെങ്ങുമേ കേറി. അപ്പൊ തെങ്ങുമ കേറിയിട്ട് അവിടുന്ന് ചവിട്ടി ആകാശം കേറി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ സാങ്കല്പികമായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊന്നും നടക്കില്ല. ഇതൊരു കഥാരൂപത്തിൽ നിങ്ങൾക്ക് ഒരു സാങ്കല്പിക യാത്രയായിട്ട് നിങ്ങളിത് കരുതാവൂ. അങ്ങനെ അവസാനം മേഘത്തിൽ എന്താണ്? ഒരു പയ്യൻ ഇരിക്കുന്നുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ആ പയ്യന് എന്താണ്? പയ്യൻ പിടിവിട്ട് വീണു. അപ്പൊ എന്താണ്? പയ്യൻ എന്താണ്? പിടിവിട്ടിട്ട് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. പരിക്കെന്ന് പറ്റി ചോദിക്കുന്നുണ്ട്. എന്ത് പരിക്കാണ് നിനക്ക് പറ്റിയതെന്ന്. അപ്പൊ എന്താ പറയുന്നത്? കാലൊന്ന് ഉളുക്കി എന്നാണ് പറയുന്നത്. ഇനി എന്ത് ചെയ്യുമെന്ന് പറയുന്നത് എന്താണ്? എടുത്തിട്ട് പോണം, പിന്നിലിരുന്നു അങ്ങനെയാട്ടോ. അപ്പൊ അങ്ങനെ സൈക്കിളിന്റെ പിറകില് അതിനിരുത്തുന്നുണ്ട്. അപ്പൊ അതിനോട് എന്താ ചോദിക്കുന്നത്? എന്താണ് പേരെന്താ ചോദിക്കുന്നുണ്ട്? ചന്ദ്രൻ എന്ന്. അപ്പൊ ചന്ദ്രൻ എന്നാണ് എന്റെ പേര്. എവിടുത്തെ ചന്ദ്രൻ? മാനത്തെ ചന്ദ്രൻ. അപ്പൊ എവിടുത്തെ ചന്ദ്രനാണ്? മാനത്തെ ചന്ദ്രനാണ്. മാനത്തെ ചന്ദ്രൻ. പേര് ചന്ദ്രൻ എന്ന് പറഞ്ഞു. അപ്പൊ എവിടേക്ക് പോകണം എന്ന് ചോദിച്ചപ്പോ എന്താ പറഞ്ഞത്? ഭൂമിക്ക് പോകണം. ഭൂമി പോകണം എന്നാണ് പറയുന്നത്. എന്തിനു പോകണം എന്നാണ് പറയുന്നത്? സൈക്കിള് ചവിട്ടാൻ. അപ്പൊ സൈക്കിള് ചവിട്ടാൻ ചന്ദ്രന് ഭൂമിയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ആ കവിത അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പൊ ഇത് എഴുതിയിട്ടുള്ളത് പി രാമചന്ദ്രൻ. ഇത് പഠിക്കുക, ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ വളരെ മനോഹരമായ ചിത്രങ്ങളിലൂടെ അതാ കണ്ടില്ലേ, ഒരു കുട്ടി ഇവിടെ പിടിവിട്ട് വീണ് കിടക്കുന്ന ഒരു കുട്ടിയെ കാണിക്കുന്നുണ്ട്. അതുപോലെ സൈക്കിള്, തെങ്ങിന്മേലൂടെ ആകാശത്തേക്ക് പോകുന്ന മൈക്കിൾ ചേട്ടന്റെ സൈക്കിളും കുട്ടിയെയുമാണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഈ കവിതയിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്? സൈക്കിള് ചവിട്ടാൻ എന്ന് പറയുന്ന കവിതാഭാഗം നന്നായി മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്കിവിടെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും ആദ്യത്തെ ചോദ്യം നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കുക, ഹോംവർക്ക് ആയിട്ട് കൊടുക്കുക. കാരണം ഇത് കവിത താളമിട്ട് ചൊല്ലു എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ താളത്തിലും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ചൊല്ലി നോക്കുക. അടുത്ത ചോദ്യം എന്താണ്? ഒന്നാമത്തെ ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ പരിഗണിക്കാം. ഒന്നാമത്തെ ചോദ്യം, നിലാവ് കൊള്ളാൻ ഭൂമിയിൽ ഇരുന്നാൽ പോരെ, പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത്? അപ്പൊ ശരിയാണല്ലേ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും, എന്തിനാണ് ഈ കുട്ടി ഇത്രയും റിസ്ക് എടുത്തിട്ട് ചന്ദ്രനിലേക്ക് പോകുന്നത്? ഭൂമിയിൽ കണ്ടാലും ഭൂമിയിൽ ഇരുന്നാലും നമുക്ക് നിലാവ് കാണാൻ കഴിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് നോക്കാം. നിലാവ് ഭൂമിയിൽ ഇരുന്ന് കണ്ടാൽ മതി എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഈ കവിതയിലെ കുട്ടിക്ക് നിലാവിനെ മാത്രം കാണാൻ മതിയല്ല, അതിലേറെ അറിയാനും അനുഭവിക്കാനും കുട്ടിക്ക് ഇഷ്ടമാണ്. അതിനാലാണ് അവൻ ചന്ദ്രനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. അവൻ ആകാശത്തേക്ക് പറക്കുന്നു, ചന്ദ്രനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവനെ കാണാനും സംസാരിക്കാനുമാണ് ആഗ്രഹിക്കുന്നത്. അവന്റെ ഭാവനയും സ്വപ്നങ്ങളും അതിനേക്കാൾ വലിയതും ആഴവുമാണ്.
അതുകൊണ്ടാണ് അവൻ നിലാവിനെ കാണാൻ മതിയാകാതെ നേരെ ചന്ദ്രനിലേക്ക് യാത്ര പോകാൻ യാത്രക്ക് സ്വപ്നം കാണുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തേതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ കൂട്ടുകാര് നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം ടെക്സ്റ്റ് നോട്ടിന്റെ സൈഡിലോ ടെക്സ്റ്റിലോ എഴുതിയെടുക്കുക അതിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. മൈക്കിള് ചേട്ടൻ മറ്റെന്തെല്ലാം തടസ്സങ്ങൾ പറയാനാണ് സാധ്യത? അപ്പൊ എന്തൊക്കെ തടസ്സങ്ങളാണ് പറയാൻ സാധ്യത? കുട്ടിയുടെ മറുപടി എന്തായിരിക്കും? അപ്പൊ ഇതില് രണ്ടെണ്ണമുണ്ട്, അതായത് തടസ്സങ്ങളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് കുട്ടി കൊടുക്കുന്ന മറുപടി, അപ്പൊ അതായത് അത് രണ്ടിന്റെയും ഉത്തരം ഇതിൽ എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം. ഇതാണ് രണ്ടാമത്തെ ഇതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മൈക്കിള് ചേട്ടൻ പറയാവുന്ന മറ്റു തടസ്സങ്ങളാണ് ഇവിടെ ആദ്യം പറയുന്നത്. എന്താണ്? അത് താളത്തിലാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ സൈക്കിൾ തകരുമെന്ന് പറയാം, തൊഴിലാളികൾ കാണുമെന്ന് പറയാം, പോലീസ് പിടിക്കും, പകൽ കാണുന്ന സ്വപ്നമാണല്ലോ, അങ്ങനെയൊക്കെ നമുക്ക് പറയാവുന്നതാണ്. ദെൻ അതിന്റെ അടുത്ത അതിലെ ബി പാർട്ടാണ് കുട്ടിയുടെ മറുപടി എന്തായിരിക്കും. അപ്പൊ കുട്ടി എന്ത് മറുപടി ആയിരിക്കും പറഞ്ഞിരിക്കുക? അതാണ്, ഞാൻ ഭയപ്പെടുന്നില്ല ചേട്ടാ, ഞാൻ സൈക്കിൾ പറക്കുമെന്ന് വിശ്വസിക്കാം, സ്വപ്നം കാണേണ്ടതിൽ എങ്ങനെയാ സത്യമാക്കാൻ കഴിയും, ചെറുതായാലും എനിക്കൊരു പരിശ്രമം മതി. അപ്പൊ അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റാൻ വഴിയും കുട്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. ദെൻ അവസാനത്തെ ചോദ്യം എന്തായിരുന്നു? ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ്? അപ്പം അവസാനം ചന്ദ്രൻ ഭൂമിയിലെത്തി, അപ്പൊ സൈക്കിൾ സവാരിയിൽ കണ്ടിട്ടുള്ള കാഴ്ചകൾ എന്തൊക്കെയാകുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിതൊക്കെ നമ്മുടെ ഭാവനയിൽ എന്താണ് വരുന്നത് അത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഇതേ ഉത്തരം എഴുതണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ നമുക്ക് നോക്കാം. പാടങ്ങളും പച്ചപ്പുല്ലുകളും നിറഞ്ഞ വയലുകൾ കണ്ടു, പറക്കുന്ന പക്ഷികൾ, ആനപ്പാവാട വെച്ച പെൺകുട്ടി സൈക്കിളിൽ പറക്കുന്നു, അപ്പൊ പെൺകുട്ടിയെ കണ്ടു, ആകാശത്തിലെ മേഘങ്ങൾക്കിടയിലൂടെ സൈക്കിൾ സവാരി, പ്രകൃതിയിലെ സുന്ദരവും കുഞ്ഞുങ്ങളുടെ കളികളും കണ്ടു. ഇവയെല്ലാം ചന്ദ്രന് പുതുമയും ആശ്ചര്യവും നിറഞ്ഞ അനുഭവമായിരിക്കും. അവൻ സ്വയം ആലോചിക്കുമോ ഇത്ര മനോഹരമായ ഭൂമി, കുട്ടികളുടെ സ്വപ്നങ്ങൾ എത്ര മനോഹരമാണ് എന്ന്? അപ്പൊ അതായത് നമുക്ക് വീട് കണ്ട് എന്ന് പറയാം, തോട് കണ്ട്, കുളം, പുഴ, അപ്പൊ ഇതൊക്കെ നമുക്ക് കണ്ടെന്ന് പറയാം. അപ്പൊ ഇത് ഇതുപോലെ എഴുതണം എന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ചോദ്യത്തിന് അനുയോജ്യമായ ഉത്തരം എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സൈക്കിള് ചവിട്ടാൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള പി രാമചന്ദ്രന്റെ ഒരു കവിതയാണ്. ഇതിലെ 3 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ അടുത്ത പാഠമായ ഹലോ ഉറക്കെ പാടു എന്ന് പറയുന്ന പാഠമായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അപ്പൊ എല്ലാവർക്കും ഈ പാഠം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.